കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ബാങ്കിലെ കമ്പ്യൂട്ടറിൽ നിന്ന് കള്ളക്കണക്കുകൾ ഡിലീറ്റ് ചെയ്തു. സഹകരണ വകുപ്പ് ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ബാങ്കിലെ തിരിമറികൾ വ്യക്തമാകുന്നത്. ചീഫ് എക്സിക്യൂട്ടീവിന് മാത്രമാണ് കണക്കുകൾ ആവശ്യമെങ്കിൽ മായ്ച്ചു കളയാൻ അനുമതിയുള്ളപ്പോഴാണ് ബാങ്കിലെ പല ജീവനക്കാരും ഡിലീഷൻ നടത്തിയതായി കണ്ടെത്തിയത്. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മായ്ച്ച കണക്കുകളിൽ പലതും സാങ്കേതിക സഹായത്തോടെ തിരിച്ചെടുത്തിട്ടുണ്ട്. കേസിൽ ഇഡി മാപ്പുസാക്ഷിയാക്കിയിട്ടുള്ള ബിജു കരീം അക്കൗണ്ടന്റായിരുന്ന കാലത്ത് 630-ലധികം വായ്പകളുടെ കണക്കുകൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. ഇതിൽ പലതിന്റെയും ഡിലീഷൻ എൻട്രികൾ സഹകരണ വകുപ്പ് ഓഡിറ്റ് വിഭാഗം തിരിച്ചെടുത്തിട്ടുമുണ്ട്. ഓരോ ദിവസവും നിരവധി എൻട്രികൾ മായ്ച്ചു കളയുന്നത് കൂടുതൽ ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കുന്നതാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. ഡിവിഡൻ വിതരണത്തിലെ ക്രമക്കേടുകളും ചൂണ്ടിക്കാണിക്കുന്നു. സഹകരണ രജിസ്ട്രാറുടെ അനുമതിയില്ലാതെ വി ബാങ്ക് കോർപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ് സോഫ്റ്റ്വെയർ ആണ് കരുവന്നൂർ ബാങ്കിൽ ഉപയോഗിച്ചിരുന്നത്. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇതിനില്ലായിരുന്നു. ചിട്ടിയുടെ അടവ് കിട്ടുന്നതും മുടങ്ങുന്നതും കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ബാങ്കിന്റെ സിവിൽ സ്റ്റേഷൻ എക്സ്റ്റൻഷൻ കൗണ്ടറിൽ നിന്ന് 2021 മാർച്ച് 26-ന് 34 ഇടപാടുകൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. എംപാനൽ ഏജൻസികളെ കൊണ്ട് ബാങ്ക് സോഫ്റ്റ്വെയർ ഓഡിറ്റ് ചെയ്തിട്ടില്ലെന്നും സഹകരണ വകുപ്പ് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ജനം, കൊച്ചി.